ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബേവിയർ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീബ്ര ഫിഞ്ചസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സീബ്ര ഫിഞ്ചിനെ മേടിക്കുകയാണെങ്കിൽ എങ്ങനെ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൽ ഫിഞ്ചിനെ എങ്ങനെ തിരിച്ചറിയാം, ഫീമെയിൽ ഫിഞ്ചിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഒരു കാര്യം, ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചു ഈ ഏവിയർ ഞാനാണോ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല, എൻ്റെ ഹസ്ബൻഡാണ് ഇത് ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനും പഠിച്ചു വരുവാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് മെയിൽ സീബ്ര ഫിഞ്ച്. ഇവരെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ചുണ്ട് വളരെ ബ്രൈറ്റ് റെഡ് ആയിരിക്കും, പിന്നെ ഇവരുടെ ചീക്ക് ഓറഞ്ച് നിറമായിരിക്കും, പിന്നെ വരുന്ന ഈ ത്രോട്ടിലുള്ള സ്പൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ ഈ ചെസ്റ്റിലായിട്ട് വരുന്ന ബ്ലാക്ക് ബാർ, അതുകൊണ്ട് നമുക്ക് ഇവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ ഈ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും. ഇതാണ് ഒരു മോസ്റ്റ് ഓഫ് ദ മെയിൽ ബേർഡ്സും ഇങ്ങനെ തന്നെ വരുന്നത്. പിന്നെ പല വെറൈറ്റീസ് ഉണ്ട്, ഇവരുടെ തന്നെ പല മ്യൂട്ടേഷൻ സംഭവിച്ച ഒരുപാട് ബേർഡ്സ് ഉണ്ട്, പെൻഗ്വിൻ, അതിനെല്ലാം വേറെ വേറെ ഫീച്ചേഴ്സ് വരും. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സീബ്ര ഫിഞ്ചിന്റെ മെയിൽ ബേർഡ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സീബ്രയുടെ തന്നെ ഫീമെയിൽ ബേർഡാണ്. അതിന് വളരെ ചെറിയ ഫീച്ചേഴ്സേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിന് താഴെയുള്ള ആ ടിയർ ഡ്രോപ്പ് പോലത്തെ ബ്ലാക്ക് മാർക്കാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ചുണ്ടെന്ന് പറയുന്നത് വളരെ ലൈറ്റ് ഓറഞ്ച് ആയിരിക്കും. നമ്മുടെ മെയിൽ ബേർഡിനാണെങ്കിൽ അത് ഡാർക്ക് റെഡ് ആയിരിക്കും. ഇവർക്ക് കോമൺലി ഓറഞ്ച് കളറായിരിക്കും ഫീമെയിൽസിന് വരുന്നത്. പിന്നെ യെല്ലോ ബീക്കൊക്കെ വരുന്ന റെയർ പീസസും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ മെയിൻ. പിന്നെ ഇവരുടെ സ്റ്റൊമക്കൊക്കെ വൈറ്റ് കളർ ഫീച്ചർ ആയിരിക്കും. സോ കോമൺലി ഇതാണ് ഫീമെയിൽ ബേർഡ്സിന് വരുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് എന്നാണ് പറയുന്നത് സീബ്ര ഫിഞ്ചസ്. ഇവർക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, എഗ്ഗിങ്ങിനും അല്ലെങ്കിൽ നെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല ഫ്രഷ് വാട്ടർ ഡ്രിങ്ക് ചെയ്യാനും ഒരുപാട് ഈ ചെറിയ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പോലെ ഈ തുളസി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീഡ്സും ഇഷ്ടമാണ് അവർക്ക്. പിന്നെ പറയുന്നത് ഇവര് 5 to 6 eggs വരെയാണ് ഒരു ക്ലച്ചിലിടുന്നത്. അപ്പം അതിൽ പെർ ഡേ 1 egg അവർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളല്ലാതെ ഒരു 2 ക്ലച്ചിങ് കഴിയുമ്പോൾ അവർക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് അത് വീണ്ടും എഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആകും. നല്ല കുഞ്ഞുങ്ങളെ കിട്ടാനും നമുക്കൊരു 2 ക്ലച്ചിങ് കഴിഞ്ഞിട്ട് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഒരു മെയിൽ ബേർഡിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബേർഡിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു സീബ്ര ഫിഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.